നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ചെയ്യുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് ക്ലാസ്സിനായി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാനായി നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ ക്ലാസ് ഒരു അനുഗ്രഹമാകേണ്ടതിന് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സിസ്റ്റർ സാറാമ ഷാജി പ്രാർത്ഥിച്ചാരംഭിച്ചാട്ട്. സിസ്റ്റർ സാറാമ ഷാജി പ്രാർത്ഥിച്ചാട്ട് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട്. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവാതിരയുടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ അവിടുത്തെ വചനം പഠിക്കുവാൻ വേണ്ടി അവിടുത്തെ പാതവിടം കടന്നു വരുന്നു. അവിടുത്തെ പാതവിടം ഞങ്ങൾ അല്പസമയം ആയിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ സന്നിധാനത്തോടെ ഞങ്ങളെ ഇരുത്തുമാറാണമേ. ഇന്ന് വചനം പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിലടന്ന് മറച്ചുകൊള്ളുമാറാണമേ. പ്രത്യാൽ വചനം പഠിപ്പിക്കുന്നതായ ഞങ്ങളുടെ ദൈവദാസന്മാരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങുവാൻ, നൂറുമേനി ഫലം കായ്പാൻ, ഹോബയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹ സാക്ഷ്യത്തോടെ ഓരോ ചുവടും മുൻപോട്ട് വെക്കുവാൻ തക്കോണം എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവസങ്ങളില് ഹല്ലേലൂയ ഞങ്ങൾ കടന്നു പോകുന്ന പാതകളിൽ അനേകരെ നിങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇതിന്റെ ഹല്ലേലൂയ ഭാരവാഹികൾ എല്ലാവരെയും പേരുവരായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ അനേക രാജ്യങ്ങളില് കർത്താവ് അനേക ഇടങ്ങളിലൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ താണിരുന്ന് അവിടുത്തെ വചനം കേൾക്കുവാൻ, ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, സ്വർഗീയ വെളിപ്പാട് ദർശനത്തോടെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാ വിഷയങ്ങളും കൊണ്ടു പ്രവർത്തിക്കണം. പ്രാർത്ഥനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് ഇന്ന് കർത്താവിന്റെ ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ആണ്. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്ലീസ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ലാലു ജേക്കബ് ഇതിനെ പരിചയപ്പെടുത്തിയതിനും പാസ്റ്റർ ഷാജി ഡാനിലൊക്കെ വേദിയിൽ കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഇതിൻ്റെ 4ാമത്തെ സെഷനാണ്. ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്, സുവിശേഷീകരണവും ശിഷ്യത്വവും എന്നുള്ളതായ വിഷയത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന ആളുകൾ ദൈവവചനത്തിൽ ഉള്ള ഒരു പരിശീലനവും പരിചയവും ഉണ്ടാക്കി മറ്റുള്ളവരുടെ സുവിശേഷം പറയുക എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാൻ ഉള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ സുവിശേഷം പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇല്ല. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സുവിശേഷത്തെ കുറിച്ച് പറയാൻ ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ ഒരു ആപ്തവാക്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമർ 1:16. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അപ്പോൾ നമ്മൾ കർത്താവിനെ കുറിച്ച് ലജ്ജിക്കാതെ നിന്നു കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് ലജ്ജിക്കാത്തൊരു കർത്താവ് നമ്മളെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയും എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഷെയർ ചെയ്തതായ സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുണ്ടായി. ഷെയർ ചെയ്യുന്നതിന് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. സുവിശേഷ ദൂതിൻ്റെ സാരാംശം എന്തായിരിക്കണം, അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പഠിപ്പിക്കാനുള്ളത്. അതിൻ്റെ ആദ്യത്തെ 2 പോയിന്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഷെയർ ചെയ്തതാണ്. ഒന്ന്, സത്യദൈവം ഒരുവൻ മാത്രം. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനെ ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യോഹന്നാൻ 17:3 ഏക
സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അറിയുന്നത് മാത്രമേ ഉള്ളൂ നിത്യജീവൻ. ഏക സത്യദൈവം. ഓക്കെ. രണ്ടാമത് കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തത് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്നു എന്നുള്ളതായ അറിവ് നമുക്കുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിനെ മഹാദൈവവും രക്ഷിതാവും എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് തീത്തോസ് 2:12 കാണുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തതാണ്. ഇനിയും അടുത്ത ഇതിലേക്ക് പോകാം. യെശയ്യാപ്രവചനത്തില് അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ അന്യനെ തന്നെ, ഞാൻ ആദ്യൻ, ഞാൻ അന്ത്യനുമാകുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവുമാകുന്നു. ഇപ്പം പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, വിശേഷിച്ച് യഹോവ സാക്ഷികളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ പഴയ നിയമത്തിലുള്ള യഹോവ ദൈവമാണ്, പക്ഷേ പുതിയ നിയമത്തിലുള്ളതായ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് അവരുടെ ഒരു അടിസ്ഥാന ടീച്ചിങ്ങിലുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരു യഹോവ സാക്ഷിയുണ്ട്, കാരണമുണ്ട്. ഞാൻ അയാളൊക്കെ സംസാരിക്കുന്ന വേളയിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ല, നിങ്ങൾ പിശാചിൽ നിന്നുള്ളതാണ്. കാരണം യേശു ക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ പാപത്തിന് ക്ഷമിക്കപ്പെടുവാൻ തക്കോണം യാതൊരു ഉപാധിയുമില്ല. യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് ക്ഷമ തരാനൊക്കത്തുള്ളൂ. രണ്ടുപേര് ആദ്യനും രണ്ടുപേര് അന്ത്യനുമാകാനൊക്കത്തില്ല. ആൽഫ എന്ന് പറയുന്നത് ഗ്രീക്ക് ആൽഫബറ്റിൻ്റെ ഒന്നാമത്തെ അക്ഷരവും അതിൻ്റെ ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ അക്ഷരമാണ്. അത് ആദ്യം, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് 22:13 പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒടുക്കത്തവനും ആദ്യനും അന്തനുമാകുന്നു. ഇപ്പം കർത്താവ് പിതാവായ ദൈവത്തെ പോലെ, യഹോവയായ ദൈവത്തെ പോലെ തന്നെ യേശു ക്രിസ്തുവും ആദ്യനും അന്ത്യനുമായ ഒരേ ദൈവം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഞാൻ അല്പം ഒരു എഡിറ്റോറിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം മലയാളത്തിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി അത്ര ശരിയല്ല. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവന്, അത് വായിക്കുന്നതിന് എന്തോ ഇരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ ഇംഗ്ലീഷ് പറയുന്നത് ഹൂ ഈസ്, ഹൂ വാസ് ആൻഡ് ഹൂ ഈസ് ടു കം. അത് ശരിയായിട്ടായിരുന്നുവെങ്കിൽ ആകുന്നവനും, ഞാൻ ആകുന്നവനും, ഞാൻ ആയിരുന്നവനും, ഞാൻ വരുവാനിരിക്കുന്നവനും, അതാണ്, ആ അർത്ഥത്തിലാണ് യേശു അവിടെ പറഞ്ഞത്. അങ്ങനെയുള്ളതായ സർവശക്തിയുള്ളതായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 21 വായിക്കണ്ട, 21-6 അത് തന്നെ ഉണ്ട്. ഞാൻ ഈ വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ റെഫറൻസ് എങ്കിലും എല്ലാ കാര്യങ്ങളും കുറിക്കാനുള്ളതായ സമയം കാണത്തില്ല. കാരണം നമ്മൾ ക്ലാസ്സിൻ്റെ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഒരു നോട്ട്ബുക്കിനകത്ത് പ്രധാനമായിട്ട് അത് കുറിച്ച് വെക്കണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുട് നോട്ടായിട്ട് പറഞ്ഞോട്ടെ, പലപ്പോഴും ആളുകൾ വേദപുസ്തകം, പലരുടെയും വേദപുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഈ പേന കൊണ്ട് എല്ലാത്തിൻ്റെയും അടിക്ക് അണ്ടർലൈൻ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അത് ചെയ്യുന്നത് നല്ലതല്ല. കാരണം പിന്നീട് കുറേ കഴിയുന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിനകത്ത് വരയുള്ളൊരു പുസ്തകമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോഴ് ഹൈലൈറ്റർ എന്ന് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, പല നിറത്തിലുള്ള ഹൈലൈറ്റർ. അത് ഓരോരോ സബ്ജക്റ്റ് അനുസരിച്ച് ഒരു 3-4 എങ്കിലും ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റീഡ് ത്രൂ ദാറ്റ്, അതിൽ കൂടെ വായിക്കാം. അപ്പോൾ ഈ വരച്ച് അത് മുഴുവനും ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നേണ്ട കാര്യമില്ല. ഓക്കെ. പഴയ നിയമത്തിൽ യഹോവ അരുളി ചെയ്തതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുവും താൻ നിത്യനായ ദൈവം എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാതലായ സത്യമാണ്. ഓക്കെ. പാപം എന്നാൽ എന്താണ് എന്ന് പലപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല. നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭം എന്തോ പാപം എന്ന് ചോദിച്ചേക്കാം. ഓരോരുത്തരുടെയും ഡെഫിനേഷന് ഓരോ നിലയിലുള്ളതാണ്. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പാപം എന്താണ് എന്നുള്ളതിൻ്റെ അറിവ് നമുക്കുണ്ടായിരിക്കണം. പാപം എന്ന് പറയുന്നത് എബ്രായർ 2:2-4 വരെയുള്ള വാക്യങ്ങളിൽ അത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ് എന്ന് കാണുന്നുണ്ട്. ആ സുവിശേഷത്തിൻ്റെ അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമാക്കുകയും, എന്താ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തായ വേളയിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, ദൂതന്മാരുടെ വിറ്റ്നസ്സോടു കൂടിയാണ് ന്യായപ്രമാണം കൊടുത്തത്. അതുമായിട്ടുള്ള ബന്ധമുള്ള കാര്യമാണ്
എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതൊരു വലിയ സീരിയസ് ആയിട്ട് ചോദ്യമാണ്. ഈ പൗലോസിന്റെ എഫേസ്യ ലേഖനം, കൊലോസ് ലേഖനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നീണ്ട ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പൗലോസാണ് എബ്രായ ലേഖനം എഴുതിയെന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അതുപോലുള്ളതായ ലെങ്തി സെന്റൻസ് എഴുതുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. അപ്പം അവിടെ നമുക്ക് ഇത്ര വലിയതായ ഒരു രക്ഷ, ആ രക്ഷയുടെ ദൂത് നമ്മൾ അറിയിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും? അത് കേൾക്കുന്നവർ അത് അഗണ്യമാക്കി കഴിഞ്ഞാൽ അവരെങ്ങനെ തെറ്റിയൊഴിയും എന്ന് ഇവിടെ അപ്പോസ്തലന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത്, ഈ രക്ഷയുടെ ദൂത് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള സംഗതിയാണ്. പാപങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയും, മനഃപൂർവ്വമായി ചെയ്യുന്ന പാപം, അതല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ളതായ പാപം. മനഃപൂർവ്വമല്ലാത്ത പാപം വളരെ ഈസിയാണ്. സിൻ ഓഫ് ഒമിഷൻ, നമ്മൾ അറിയാതെ ചെയ്ത പാപം. ഞാൻ പറയട്ടെ, ഒട്ടുമുക്കാൽ ഒരു 90, എൻ്റെ ഒരു കണക്കൂട്ടല് ഒരു 99% പാപവും മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അറിയാതെ ഉറക്കത്തിലാണ് പാപം ചെയ്യുന്നത്. അപ്പം ചെയ്യുന്നപ്പോൾ പലപ്പോഴും ആളുകൾ ഈ ഇതിനെക്കുറിച്ച് പള്ളിയിലൊക്കെ വന്ന് വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ മനഃപൂർവ്വം അല്ലാതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ഗുസ്തി ഇടുന്നത് മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം മനഃപൂർവ്വമായിട്ടുള്ള പാപങ്ങൾ അത് വളരെ സീരിയസ് ആണ്. മനഃപൂർവ്വമല്ലാത്ത പാപങ്ങളുമുണ്ട്. യോഹന്നാൻ 5:17 പറഞ്ഞിരിക്കുന്നത് എല്ലാ അനീതിയും പാപമാകുന്നു, മരണത്തിന് അല്ലാത്ത പാപമുണ്ട് താനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പാപങ്ങൾക്ക് ശാരീരിക മരണം ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട്, എന്നാൽ എല്ലാ പാപങ്ങൾക്കും ശാരീരികമായുള്ള മരണം ഉണ്ടാകത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുന്നവരുണ്ട്. അതിന് മറുപടി പറയുവാൻ കൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത്. വേറൊരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിലാണ്. മുഖപക്ഷം കാണിക്കുന്ന പാപമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ള തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇടപാടുകളിൽ മറ്റുള്ളവരോട് മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഞാൻ വലിയ പാപമൊന്നും ചെയ്യാറില്ലെന്ന്. അപ്പം ചെറിയ പാപം ചെയ്യാറുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. ഓ, അതൊക്കെ പാപമാണോ പാസ്റ്റർ എന്ന് ചോദിക്കും. ഈ ദൈവം ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പാപമൊന്നും ചെറിയ പാപം എന്നും ഇല്ല. മഹാപരിശുദ്ധനായ ദൈവം സകലതും അവൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ ആ വിശുദ്ധിക്ക് ചേരാത്ത സകലതും പാപമാണ്. പിന്നെ പാപത്തിൻ്റെ മാനുഷികമായിട്ടുള്ള നിലയിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസിന് വ്യത്യാസമുണ്ട് എന്നുള്ളത്. കൊലപാതകം ചെയ്യുന്നത് മുഖപക്ഷം ചെയ്യുന്നതും തമ്മിലുള്ള പണിഷ്മെന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ പാപങ്ങളും പാപമാണ്. വേറൊരു ഭാഗത്ത് ചില ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. റോമാലേഖനം 14-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ, അത് ഒരു ഭക്ഷണം കഴിക്കുന്നതിനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അതുമായിട്ട് ബന്ധത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതാകൊണ്ട് അവൻ കുറ്റക്കാരനായിത്തീരുന്നു. ഒടുവിൽ അതിന് ഒരു സമ്മേഷൻ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെയും പാപമത്രേ. ഇപ്പം ഏതെല്ലാം നിലയിലുള്ളതായ പാപങ്ങളാണുള്ളത്? റോമർ 5:12 പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും
പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും കടന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും ആളുകളോട് പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മൾ ഒരു പറങ്കിമാവോ അല്ലെങ്കിൽ മാവോ അതിൻ്റെ അതിൻ്റെ സീഡ് നമ്മൾ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ആ സീഡ് ഡിഫക്റ്റീവ് ആണെങ്കിൽ, അത് മോശമാണെങ്കിൽ, അതിലുണ്ടാകുന്ന മാങ്ങ മുഴുവനും കേടാണ്. അതിൻ്റെ വിത്തെടുത്ത് വീണ്ടും നട്ടു കഴിഞ്ഞാൽ അതും കേടുള്ളതായ മാവായിട്ടേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്തതായ വേളയിൽ അവൻ പാപിയായി തീർന്നു. ദൈവം അവനെ സൃഷ്ടിച്ചതായ വേളയിൽ പാപമില്ലാതെയാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ ലൂതി, അവൻ പാപമില്ലാതെയായിരുന്നു. എന്നാൽ അവൻ പാപം വന്നു കഴിഞ്ഞതിന് ശേഷം അവൻ മുഖാന്തരം അവൻ്റെ ഫെഡറൽ ഹെഡ്, മനുഷ്യ കുലത്തിൻ്റെ തലപ്പനായിരിക്കുന്ന കാരണത്താൽ സകല മനുഷ്യരിലും പാപം കടന്നിരിക്കുന്നു. റോമർ 6:23 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, ശമ്പളം. ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് കിട്ടുന്ന വേതനം, അല്ലെങ്കിൽ അതാണ് ശമ്പളം എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വയമായിട്ട് അവൻ്റെ പ്രവൃത്തികളാൽ നീതീകരണം പ്രാപിക്കാമെന്നും അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാമെന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കിട്ടുന്നതായ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അത് നിത്യമരണമാണ്. ഈ ശാരീരികമായിട്ടുള്ള മരണത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, നിത്യമരണമാണ്. പിന്നീട് ദൈവത്തിൻ്റെ കൃപാവരമോ, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പറഞ്ഞിരിക്കുന്നത്. കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കാത്തത് ലഭിക്കുന്നതാണ് എന്ന് ഒരു ഞങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, എൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്നത് നമുക്ക് നൽകാതെ അർഹിക്കാത്തത് നൽകി തരുന്നതാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയുള്ളതല്ല. നമുക്ക് അർഹതയുള്ളത് ദൈവം തന്നായിരുന്നുവെങ്കിൽ നമ്മൾ എന്തേ നിത്യനരകത്തിന് അവകാശികളായി തീരാനാമായിരുന്നു. കാരണം നമ്മൾ പാപത്തിലാണ് ജനിച്ചത്, പാപികളാണ്. അപ്പോൾ നമ്മൾ ദൈവം നമുക്ക് അർഹിക്കുന്നത് നൽകി തന്നായിരുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമരണമായിരുന്നു. എന്നാൽ അത് നൽകിത്തരാതെ വണ്ണം അർഹിക്കാത്തതായ ദൈവത്തിൻ്റെ പുത്രൻ കൂടെയുള്ളതായ രക്ഷ നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ നൽകി തന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ചും നാം അർഹിക്കാതെ ലഭിക്കുന്ന കൃപാദാനത്തെക്കുറിച്ചും, അതൊരു ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഫ്രീ ആയിട്ട് നൽകി തന്നതായ ദാനമാണ്. നമ്മളത് ഏറ്റുവാങ്ങുന്നതേ ഉള്ളൂ. രക്ഷയെന്ന് പറഞ്ഞാൽ നമുക്കതിനു വേണ്ടി വലിയ പ്രവൃത്തി ഉള്ളതല്ല. കർത്താവ് നൽകി തന്നത് നമ്മൾ ഏറ്റുവാങ്ങുന്നു. നമ്മുടെ വീട്ടിൽ പഠിക്കൽ ഒരു ഫ്രീ ആയിട്ട് ഒരു ഗിഫ്റ്റ് ഡെലിവറി മാൻ കൊണ്ടുവരുന്നതായ വേളയിൽ അവർ പറയുന്നത്, ഇവിടുന്ന് ഒപ്പിടാമെങ്കിൽ ഇത് നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. അതുപോലെയാണ് രക്ഷ. കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ അറിയുന്നതായ വേളയിൽ ആ രക്ഷ എല്ലാവർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. അത് ഏറ്റുവാങ്ങി നമ്മുടെ സ്വയമായി നമ്മൾ പ്രാപിക്കുന്നതാണ് ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഉൽപ്പത്തി 3:15 നമുക്ക് പരിചയമുള്ളതായ ഭാഗമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിയും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഈ ഉൽപ്പത്തി 3:15 വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സുവിശേഷം എന്നാണ്. ആദ്യത്തെ സുവിശേഷം, അല്ലെങ്കിൽ പ്രോട്ടോ ഇവഞ്ചലിയോൺ എന്ന് പറയും. പ്രോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മോഡലുള്ള, ഇവഞ്ചലിയോൺ എന്ന് പറഞ്ഞാൽ സുവിശേഷം, ആദ്യത്തെ സുവിശേഷം എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. എന്താണെന്ന് കാരണം, ഇവിടെ കന്യകാജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് എ വുമൻ. കാരണം ഒരിക്കലും സ്ത്രീക്ക് ഒരു സീഡ് ഇല്ല, പുരുഷനിൽ കൂടെയാണ് സീഡ് ഉണ്ടാകുന്നത്. യേശുക്രിസ്തു ജനിച്ചത് സ്ത്രീയുടെ സന്തതിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്റെ അറിവ് കൂടാതെ പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിച്ചു. യേശുക്രിസ്തുവിൽ കൂടെയുള്ളതായ കന്യകാജനനത്തെക്കുറിച്ച് മുന്നമേ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞാൽ. അവിടെ ശത്രുവായ പിശാചുമായിട്ടുള്ള ബന്ധത്തിൽ അവന് കർത്താവ് കാൽവരി ക്രൂശിൽ അവനെ തോൽപ്പിച്ച് പൂർണ്ണമായിട്ട് അവനെ നശിപ്പിച്ച് ഇല്ലാതെയാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ അവൻ്റെ കുതികാൽ തകർക്കും, നിന്റെ തല തകർക്കും. തല എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ തല, നീ ഒരു ഹെഡാണ്.
അത് തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞാൽ സാരമായിട്ടുള്ള മുറിവ് അവനുണ്ടായേക്കാം. യേശുവിൻ്റെ പാപമില്ലാത്ത കന്യകാജനനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുന്ന വേളയിൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ കന്യകാജനനം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇതെല്ലാം ഒരാൾക്ക് ചെന്ന് പറയാനായിട്ട് സാധിച്ചെന്ന് വരികയല്ല. എന്നാൽ സുവിശേഷം പറയാൻ പോകുന്ന ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യെശയ്യാ 7:14 പറയുന്നത്, ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഒരുപാട് റെഫറൻസ് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട്, അതിൻ്റെ ഉപോത്ബലകമായിട്ട് ദൈവത്തിൻ്റെ വചനമുണ്ട് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പത്തി 3:15 ക്രോസ് റെഫറൻസിൽ നമുക്ക് എഴുതാം, യെശയ്യാ പ്രവചനത്തിൽ കന്യകാജനനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പാപവുമായിട്ടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് പറയാൻ നിൽക്കണം, യേശു പാപം അറിഞ്ഞിട്ടില്ല. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപം ചെയ്തെന്നല്ല പറഞ്ഞേക്കുന്നത്, ദൈവം അവൻ്റെ മേൽ പാപം ചുമത്തി, അവൻ പാപമായി തീർന്നു നമ്മൾ നീതിയാകേണ്ടതിന് വേണ്ടി. യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മളിലേക്ക് കാൽവർ ക്രൂശിൽ വെച്ച് ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതാണ് ഈ മ്യൂച്വൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ. യേശുവിൻ്റെ നീതി അനീതിയുള്ളതായ നമ്മളിലേക്ക് പകർന്നതിന് ശേഷം നമ്മളുടെ പാപം കാൽവർ ക്രൂശിൽ യേശുവിൻ്റെ മേലായി. യേശുവിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് മാറിയിട്ട് നമ്മളുടെ അശുദ്ധി അവൻ്റെ മേലായി എന്നാണ് പറയുന്നത്. അത് കാൽവർ ക്രൂശിൽ വെച്ച് നടന്നതായ സംഭവമാണ്. കാൽവർ ക്രൂശിൽ വെച്ച് മാത്രം നടന്നതായ സംഗതിയാണ്. അവിടെ വെച്ച് അങ്ങനെ അവൻ്റെ മേൽ പാപം ചുമന്നതായ ആ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചിന്താഗതിയിൽ ഒരിക്കൽ പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ദൈവം മഹാപരിശുദ്ധനാണ്, അവൻ പാപം ഏൽക്കുവാൻ ഒക്കുകയില്ല. എന്നാൽ പുത്രനായ യേശു വന്നതായ വേളയിൽ, അവൻ്റെ മേൽ പാപം ഏറ്റെടുത്തായ വേളയിൽ പിതാവായ ദൈവം അല്പസമയത്തേക്ക് കണ്ണടയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞത്. യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ ഒറ്റ പ്രാവശ്യം പോലും പിതാവ് എന്ന് സംബോധന ചെയ്യുന്നുള്ളതല്ലാതെ ദൈവമേ എന്ന് പറയുന്ന ഒരു സംബോധന ഉണ്ടായിട്ടില്ല. ദൈവമേ എന്ന് പറയുന്ന ഒരു സംബോധന എന്ന് പറയുന്നത് ഒരു പാപിയായ മനുഷ്യന് ദൈവത്തെ വിളിക്കുന്ന ഒരു പേരാണ് ദൈവം എന്ന്. പിതാവ് എന്ന് പറയുന്നത് നമുക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ പുത്രനിൽ കൂടെ നമുക്ക് പുത്രത്വം ലഭിച്ചതിന് ശേഷം മാത്രം വിളിക്കാൻ ഒക്കുന്നതായ സംഗതിയാണ്. തിയോളജി അറിഞ്ഞിരിക്കേണ്ടതാണ്, പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ പാപം അവൻ്റെ മേൽ ചുമത്തിയതായ വേളയിൽ പിതാവായ ദൈവം സ്വന്തം പുത്രനെ പോലും തള്ളിക്കളയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ആ സമയത്ത് അവൻ്റെ പരമയാഗം പിതാവായ ദൈവം അംഗീകരിച്ച കാരണത്താലാണ് അടുത്ത ഒടുവിലുള്ളതായ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ പിതാവേ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഒടുവിലായിട്ട് മരിച്ചപ്പോൾ അങ്ങതാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ ബന്ധം റെസ്റ്റോർ ചെയ്യപ്പെട്ടു, പുനഃസ്ഥാപിക്കപ്പെട്ടു. ആ ഒരു പ്രവൃത്തി മുഖാന്തരമാണ് നമ്മൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായ നമ്മൾക്ക് പുത്രത്വം ലഭിക്കുവാൻ തക്കനിടയായത്. യേശു പാപം അറിയാതെ കന്യക മറിയാമിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ് എന്നുള്ളതായ സത്യം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായ പരമസത്യമാണ്. അവൻ പാപം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പാപികളായ നമ്മുടെ പാപം പേറുവാൻ വഹിക്കുവാൻ അവൻ യോഗ്യനായത്. രണ്ടാമത്, അവൻ പാപം ചെയ്തിട്ടില്ല. ഒന്ന്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. 2, യേശു പാപം ചെയ്തിട്ടില്ല. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാമത് പറയുന്നത്, യേശുവിൽ പാപമില്ല. ഈ 3 കാര്യങ്ങൾ അവിടെ യേശുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 3:5 പറഞ്ഞിരിക്കുന്നത് അവനിൽ പാപമില്ല. അപ്പോൾ യേശു പൂർണ്ണമായിട്ട് നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ തക്കണം ഫുള്ളി ക്വാളിഫൈഡ് ആണ്. പാപമില്ലാത്ത യേശുവിന് മാത്രമേ
പാപമുള്ളത് നമുക്ക് പകരമായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി പകർത്തിയാഗമായി തീരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് യേശു കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഇടയായത്. പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് യെഹെസ്കേൽ 18:20 പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരിച്ചേക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് ദൈവത്തിന്റെ യാതൊരുവിധമായ മാറ്റമില്ലാത്തതായ ഒരു വിധിയാണ്. വെളിപ്പാട് 21:8 പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ഉള്ളതായ ഒരു ന്യായവിധിയെക്കുറിച്ച് പറയും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. ഈ ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ശമ്പളം ഉണ്ടല്ലോ, ശമ്പളം കിട്ടുന്നവർക്കുള്ള ഓഹരി. അപ്പൊ ഈ ആളുകളെല്ലാവരും യേശുക്രിസ്തുവിനുള്ളതായ കൃപാദാനത്തെ ഏറ്റുവാങ്ങാതെ സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിച്ച് ജീവിച്ച ആൾക്കാരാണ്. അവരുടെ പ്രവൃത്തികളെല്ലാം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് കുറിച്ചു വെച്ചിരിക്കുന്ന ഒടുവിൽ അന്ത്യന്യായവിധി വരുന്ന സന്ദർഭത്തിൽ കൊടുക്കാനാണ്. അവർക്ക് കിട്ടുന്ന ഓഹരി എന്ന് പറഞ്ഞാൽ തീയും ഗന്ധകവും കത്തുന്ന പൊയ്യിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം, അല്ലെങ്കിൽ അത് നിത്യമരണം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പം പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുവാൻ തക്കണം നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ഷെയർ ചെയ്തത്. ഇനി അല്പ സൈഡ് ട്രാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കത്തോലിക്ക യാക്കോബ സഭകളിൽ ഒരു ദുരുപദേശമുണ്ട്. യേശുവിൻ്റെ മാതാവ് മറിയ യേശുവിനെ പോലെ തന്നെ പാപമില്ലാതെയാണ് ജനിച്ചത് എന്ന ഉപദേശം തിരുവചന പ്രകാരം കേവലം മിഥ്യയാണ്, അഥവാ കെട്ടുകഥയാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി എന്ന് പറയുന്നതായ ഞാൻ എൻ്റെ വേദപുസ്തക പഠനത്തിൽ ഞങ്ങൾക്ക് മേറിയോളട്രിയെ കുറിച്ച്, അതായത് മറിയ ആരാധിക്കുന്നതിനാണ് മേറിയോളട്രി, അതിനെക്കുറിച്ച് ഒരു പ്രബന്ധം എനിക്ക് എഴുതേണ്ടതായിട്ട് വന്നപ്പോൾ അന്ന് കുറേ റിസർച്ച് നടത്തുകയാണ്. ലൂക്കോസ് 1:47 പറഞ്ഞിരിക്കുന്ന മറിയ പറഞ്ഞതാണ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. പാപമില്ലെങ്കിൽ പിന്നെ രക്ഷിതാവ് ഇതിനാണ്. യേശു ഒരിക്കൽ പോലും എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം യേശുവിന് പാപമില്ലായിരുന്നു. മറിയയ്ക്ക്, കന്യക മറിയയ്ക്ക് അവള് എലിസബത്തിനെ കണ്ടതായ വേളയിൽ അവൾ പറഞ്ഞ പാട്ടിൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഓക്കെ, പാപമുള്ള ഒരു വ്യക്തിക്കാണ് രക്ഷിതാവിനെ ആവശ്യമുള്ളത്. മറിയയിൽ പാപം ഉണ്ടായിരുന്നതിനാണ് വേറൊരു തെളിവ് നമുക്ക് പറയാനായിട്ട് വേണ്ടത്. മറിയയിൽ പാപം ഉണ്ടായിരുന്നതിനാലാണ് പ്രസവാനന്തരം അവൾ ദൈവാലയത്തിൽ യാഗവുമായി പോയത്. ലൂക്കോസ് 2:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് ആയിരിക്കണമെന്ന്. ഇവിടെ ഈ കടിഞ്ഞൂൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടിഞ്ഞൂൽ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായതെന്നാണ്. അപ്പൊ ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും മറിയ പ്രസവിച്ചു എന്ന് ഉള്ളത് വ്യംഗ്യമാണ്. അപ്പം കന്യമറിയാമ ആയുസ്കാലം മുഴുവനും കന്യകയായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളത് പുതിയ നിയമപ്രകാരം അവിടെ എഴുതിയിരിക്കുന്ന രേഖപ്രകാരം തെറ്റാണ്. മറിയയ്ക്ക് കടിഞ്ഞൂൽ പുത്രൻ, യേശു കടിഞ്ഞൂൽ പുത്രൻ ആദ്യം ജനിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായി. അതിൽപ്പെട്ടതാണ് യാക്കോബ്, യോസെ, യൂദ എന്നിവർ. പിന്നെ ഒരു സഹോദരിമാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നിലധികം പെൺമക്കളും ജനിച്ചു. യേശുവാണ് പരിശുദ്ധാത്മാവൻ ജനിച്ചതിന് ശേഷം യോസേഫിൽ കൂടെ പിന്നീട് മക്കളുണ്ടായി എന്നുള്ളത് പുതിയ നിയമപ്രകാരം വ്യക്തമാണ്. അവനെ കർത്താവ് അർപ്പിക്കുവാൻ ഒരു ഇണ, അത് യാഗം അർപ്പിക്കാൻ ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവർ എന്ന് പറഞ്ഞാൽ മറിയയും യോസേഫും, അവനെ എന്ന് പറഞ്ഞാൽ യേശുവിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മറിയയ്ക്ക് പാപമുണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് ഏത് മനുഷ്യനെയും നിത്യശിക്ഷയ്ക്ക് ഹേതുവാക്കുന്ന പാപമാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. 9-ാമത്തെ വാക്യത്തിൽ അവർ എന്നിൽ വിശ്വസിക്കായകയാൽ പാപത്തെക്കുറിച്ചും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? പാപമാണ്. അപ്പോൾ നിത്യതയിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതായ ഒരു പാപം, ഏക പാപം ഉണ്ടെങ്കിൽ അത് അവർ യേശുവിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്ന പാപം മാത്രമാണ്. ഓക്കെ. വേറൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് പാപം പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തുന്നു. എല്ലാം നമുക്ക് പരിചയമുള്ളതായ ഭാഗമാണ്. സങ്കീർത്തനം 66-18 സാധാരണ പെന്തക്കോസ്ത് യോഗങ്ങളിൽ സാക്ഷ്യം പറയാൻ നേരത്ത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതി ഇരുന്നു, എങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അകൃത്യമില്ലാതെയാണ് പ്രാർത്ഥിച്ചത്, അതുകൊണ്ടാണ് കർത്താവ് കേട്ടതെന്നാണ് അർത്ഥം. അപ്പം പാപം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്ന് അവിടെ വ്യക്തമായിട്ടുണ്ട്. യെശയ്യാ 1:15 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ച് അകൃത്യം എങ്ങനെയായാലും ദൈവത്തിന് സന്നിധി ചെന്നാൽ മതി എന്ന് പറയുന്ന അതിന് ചില പ്രൊവിഷൻ ഉണ്ടാക്കിയതിന് ശേഷം വേണം പോകാൻ. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ പാപത്തിൻ്റെതായുള്ള സീരിയസ് ആയിട്ടുള്ള പാപത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉള്ളതായ സന്ദർഭത്തിൽ അതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചാൽ ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതല്ല, യെശയ്യാ പ്രവചനം 1:15 പറഞ്ഞതാണ്. ഓക്കെ. ഞാൻ ഇത് 9-ാമത്തെ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ആരെയും നാം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ പ്രസ്താവന ശരിയാണോ? ഈ വാക്യത്തിന്റെ സാരാംശം ശരിയാണോ? അതെ. അത് സത്യമാണോ? അതെ. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതെ. ഓക്കെ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹാഗാറിന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് അവൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടാണ്. ബാലന്റെ പ്രാർത്ഥനയാ കേട്ട. ബാലന്റെ കണ്ണുനീര്. ബാലന്റെ കണ്ണുനീരിട്ടു, ഹാഗാറിന്റെ പ്രാർത്ഥന കേട്ടു. രണ്ടുപേരുടെയും പ്രാർത്ഥന കേട്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലന്റെ പ്രാർത്ഥന കേട്ടു, ബാലൻ രക്ഷിക്കപ്പെട്ടതല്ലോ. ഈ പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഈവൻ ആഹാബ് വരെ ഒടുവിലായിട്ട് പ്രാർത്ഥിച്ച വേളയിൽ ദൈവത്തിന് അവനോട് അനുകമ്പ ഉണ്ടായവിടെ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞു. ആഹാബ് മഹാദുഷ്ടനായ യഹൂദയിലെ രാജാവായിരുന്നു. അപ്പോൾ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയുന്നത് വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളതും സാധാരണ ആളുകൾ പറഞ്ഞിട്ടുള്ളതും പിശാച് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അത് പറഞ്ഞിട്ടുള്ളത് ശരിയാണോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ഇതാര് പറഞ്ഞ പ്രസ്താവന ചെയ്ത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന്? നിങ്ങൾ ഒക്കെങ്കിലും യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒന്ന് എടുത്തു നോക്കാം. അത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ യേശു കളിമണ്ണ് തുപ്പി, അതുകൊണ്ട് കളിമണ്ണ് പുരട്ടി അവന്റെ കണ്ണ് സൗഖ്യമായി. അത് ശബത്ത് നാളിലായിരുന്നു. അത് യഹൂദന്മാരായുള്ള പരീശന്മാർക്കും അവർക്കെല്ലാം പ്രസാദമില്ലാതിരുന്നു. കാരണം ശബത്ത് ലംഘിച്ച ഒരു മനുഷ്യൻ. ആരാണ് ശബത്ത് ലംഘിച്ചത്? യേശുവാണ് ശബത്ത് ലംഘിച്ചത്. ഓക്കെ. യേശുവാണ് ശബത്ത് ലംഘിച്ചത്. അപ്പം അതിന് പിടിക്കാൻ ഒക്കുന്ന വ്യക്തി യേശു അവിടുന്ന് മാറിക്കളഞ്ഞു. പിടിക്കാൻ ഒക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗഖ്യമാക്കപ്പെട്ടതായ ചെറുപ്പക്കാരനാണ്. 40 വയസ്സ് പ്രായമുള്ളതായ ചെറുപ്പക്കാരനാണ്.
ആദ്യം അവൻ കുരുടനാണ് അല്ല എന്നും പറഞ്ഞുള്ളതായ സംവാദം ഉണ്ടായിരുന്നു. പേരൻസിൻ്റെ അടുത്ത് ചെന്നു, അവന്റെ മാതാപിതാക്കന്മാർക്ക് ചെന്ന് ചോദിച്ചു, അവന് പ്രായമുണ്ടല്ലോ, അവൻ്റെ അടുത്ത് ചോദിക്കുക, ഞങ്ങളെ എന്തിനാ ചോദിച്ചു കുരുക്കലാക്കുന്നത്? അവൻ്റെ അടുത്ത് ചെന്ന്, അവൻ വളരെ മിടുക്കനാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, അവിടെ വെച്ച് അതിന് മുമ്പ് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ചെറിയ ഫുഡ് നോട്ടുണ്ട്. അതിന്റെ ഈ കുറിച്ച് വെക്കണം, ഈ ഭാഗങ്ങൾ കുറിച്ച് വെക്കണം, ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ. യോഹന്നാൻ 9:16 പറഞ്ഞിരിക്കുന്നത്, പരീശന്മാർ ചിലർ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ശബത്ത് പ്രമാണിക്കായ കൊണ്ട് ദൈവത്തിൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യന്, അതായത് യേശുവിന് ഇങ്ങനെയുള്ളതായ അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. നിങ്ങൾ വാക്യം ഉള്ള ഒരാള് 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം അത് വായിച്ചാണ്. യോഹന്നാൻ 9:25. അതിന് അവൻ, ഭാവിയോ അല്ലെന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പം യവനെ വിസ്താരത്തിന് യഹൂദന്മാര് ഇവനെ പള്ളിപ്രശ്നാകുന്നതിന് മുമ്പ് ഒരു വിസ്താരമുണ്ട്. വിസ്താരത്തിന് മുമ്പ് ഒരു സ്വെയറിംഗ് ഇൻ സെറമോണി ഉണ്ട്. അതാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കാൻ പറയാൻ അർത്ഥമല്ല പറയുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിധിക്കുന്നതിന് വേണ്ടി മുമ്പാകെ അവൻ പറയുന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാൻ സത്യം പറയുന്നു, സത്യമല്ലാതെ മറ്റൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പാകെ പറയാറുണ്ട്. ഇവിടെ ആണെങ്കിൽ swear to tell the truth, the whole truth and nothing but the truth, so help me God എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജഡ്ജിയുടെ മുമ്പാകെ ഓത്ത് ആണയിടുന്നത്. അതിന് യഹൂദന്മാർ ചെയ്യുന്ന സംഗതിയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞ് ശേഷം അവനെ വിസ്തരിക്കാൻ നിർത്തിയേക്കുകയാണ്. ആ വിസ്തരിക്കാനായിട്ട് അവനെ നിർത്തിയിരിക്കുന്ന വേളയിൽ അവനോട് പറയുന്ന ചോദ്യമാണ്, യേശു ആരാണെന്ന് നീ പറ. ആദ്യം പറഞ്ഞു അവനൊരു മനുഷ്യനാണെന്ന്. രണ്ടാമത് പിന്നെ പറഞ്ഞു, കുറച്ചുകൂടെ വെളിപ്പാട് കിട്ടി, അവന് ഒരു പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ മനുഷ്യൻ പറയുന്നത് യേശു നിങ്ങൾ പഠിപ്പിച്ചതായ ഒരു ടീച്ചിങ് ഉണ്ട്. അതായത് ഈ പരീശന്മാർ പഠിപ്പിച്ച ഒരു ടീച്ചിങ് ഉണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന്. ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ എന്ന് നിങ്ങൾ പഠിപ്പിച്ചൊരു എന്ന് നാം അറിയുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു സംഗതിയുണ്ട്. എന്നാൽ ഇവന് പാപിയാണെങ്കിൽ എങ്ങനെയാ എൻ്റെ കണ്ണ് സൗഖ്യമാക്കിയത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ അവനെ പിടിക്കാൻ വന്ന ആൾക്കാരെ കുരുക്കിലാക്കി. അവർക്ക് ദേഷ്യമുണ്ടായി, അവനെ പള്ളി പ്രശ്നമാക്കി, അവരുടെ സൊസൈറ്റിയിൽ നിന്ന് പുറത്ത് ബഹിഷ്കരിച്ചു. ആ സമയത്താണ് യേശു അവന് പ്രത്യക്ഷമായത്. നീ നിന്നോട് സംസാരിക്കുന്ന ഇത് ഞാൻ ദൈവത്തിനാണ്, നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആരാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അന്നേരമാണ് യേശുവിനെ സ്വീകരിക്കുന്നത്. അത് ഈ സൗഖ്യമായ ആ വ്യക്തി അവന് പരീശന്മാരോട് പറയുന്ന അവരുടെ പ്രസ്താവന തെറ്റാണ് എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടി, യേശു പാപിയല്ല, അവൻ പരിശുദ്ധനായ ദൈവമാണ്, അതുകൊണ്ടാണ് എന്നെ സൗഖ്യമാക്കിയത് എന്ന് അവൻ സമർത്ഥിക്കുവാൻ ശ്രമിച്ചതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന യേശു പറഞ്ഞതല്ല, അവിടെ എഴുതി അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു എന്നുള്ള സത്യമാണ്. ആ പ്രസ്താവന വാലിഡ് അല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ ചോദ്യങ്ങളൊക്കെ വരുന്നതായ സന്ദർഭത്തിൽ നമുക്ക് ഇതിന് മറുപടി യുക്തിയുക്തമായിട്ട് പറയുവാൻ കൊണ്ട് നാം അറിവുള്ളവരായിരിക്കണം. രോഗങ്ങൾ പാപമുഖാന്തരം ഉണ്ടാകുന്നു എന്ന് അവിടെ കാണുന്നുണ്ട്. സങ്കീർത്തനം 32-ാം സങ്കീർത്തനം, ഇവിടെ 51-ാം സങ്കീർത്തനം 32-ാമത്തെ സങ്കീർത്തനവും ഒരേ കോണ്ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളതാണ്. പാപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം, അനുദപിച്ചതിന് ശേഷം പിന്നീട് എഴുതിയതാണ് 32-ാമത്തെ സങ്കീർത്തനം. നിങ്ങൾക്ക് സുവിശേഷം പോകാനായിട്ട് ഒരു ചാൻസ് ഉള്ളതായ സന്ദർഭത്തിൽ 32-ാമത്തെ സങ്കീർത്തനം ആദ്യം മുതൽ വായിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കൽ ഞാൻ അത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പാപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒന്നും അതിനുള്ള പ്രതിവിധി ചെയ്യാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ
ഫിസിക്കൽ എയിൽമെന്റ് ആണ്. വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ശാരീരികമായുള്ള ദണ്ഡനങ്ങൾ പാപമുഖാന്തരം അതിന് പ്രതിവിധി ഉണ്ടാകാതിരിക്കുന്നതായ സന്ദർഭത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. വേറൊരു വേദവാക്യം കൊണ്ട് എടുക്കാം. 38-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 മുതൽ 8 വരെ പാപമുഖാന്തരം ദൈവിക ന്യായവിധിക്ക് വിധേയമാക്കപ്പെടുന്നു എന്നുള്ള വേറൊരു ഭാഗം. एक बाथरूम में नेचुरल करके एक पूरी से हटा के दूसरा पूरी में रखना, तो ये ठंडा होने के लिए कोई बर्तन में रखना चाहिए था। നിങ്ങൾ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ അപ്പം ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കും. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും വരുതേ. ഇത് പാപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കൂടെ താൻ കടന്നു പോകുന്നതാണ്. നിന്റെ അസ്ത്രങ്ങൾ എനിക്ക് തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. അതായത് അതികഠിനമായുള്ള പാപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ദാവീദിന്റെ ജീവിതത്തിൽ ശരീരത്തിന് സൗഖ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. 4-ാമത്തെ വാക്യം, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചൂട് പോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ശരീരത്തിലുള്ളതായ ഇത് ഡോക്ടർമാർ ഇതുമായിട്ട് പഠിച്ചതിന് ശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ കൂടി ദാവീദ് രാജാവ് കടന്നുപോയി എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാൻ ഏറ്റവും കുനിഞ്ഞിരിക്കുന്നു, ഞാൻ ഇടപെടാതെ ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ദാവീദിന് എയ്ഡ്സ് പോലെയുള്ളതായ സീരിയസ് ആയിട്ടുള്ള അസുഖം വരെ വന്നു എന്നാണ് പറയുന്നത്. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. കാരണം പാപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിന് ദൈവികമായ പ്രതിവിധി കണ്ടെത്താതെ സ്വന്തമായിട്ടുള്ള നിലയിൽ മിണ്ടാതെ, അതുമായിട്ട് ബന്ധത്തിലാണ് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ന് ദാവീദ് പറഞ്ഞത്. എന്നാൽ പിന്നീട് ദാവീദ് പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, 30-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഏത് രോഗമാണെങ്കിലും, ഇത് ഞാൻ 2 ദിവസം മുമ്പ് രാവിലെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതായ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഈ വാക്യങ്ങൾ ഞാനുമായിട്ട് ഡീൽ ചെയ്തു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് ദൈവം അവനെ ഉദ്ധരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗം എത്ര സീരിയസ് ആണെങ്കിലും അത് സൗഖ്യമാക്കുവാൻ കൊണ്ട് ദൈവത്തിൻ്റെ കരമുണ്ട്. 103-ാം സങ്കീർത്തനത്തിന്റെ 3-ൽ വായിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ സകല അകൃത്യമൊക്കെയും എന്ന് പറഞ്ഞാൽ സകല അകൃത്യവും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഈ ഭാഗങ്ങൾ അതിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കി, അർത്ഥഗാംഭീര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ്, കർത്താവേ, അവിടുന്ന് സകല രോഗങ്ങളെ സൗഖ്യമാക്കുമെങ്കിൽ ഈ രോഗത്തിനും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു ഇംഗ്ലീഷ് ഒരു കോറസ് മാത്രം രോഗസൗഖ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോറസ് ഞാൻ എഴുതിയുണ്ട്. ഇപ്രകാരമാണ്: രോഗശാന്തിയുണ്ട് യേശുവേ നിന്നിൽ, രോഗസൗഖ്യമേകി പൂർണ്ണമായി വിടുതൽ നൽകിടും അങ്ങൻ വൈദ്യനാം എൻ രോഗശയ്യയിൽ ശാന്തിയേകും നീതി സൂര്യൻ നീയേ, ശാന്തിയേകും നീതി സൂര്യൻ നീയേ. ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആർക്കെങ്കിലും ശാരീരികമായിട്ട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പൂർണ്ണമായുള്ള സൗഖ്യം നൽകി തരുവാൻ കൊണ്ട് പറ്റിയതായ യേശുവിൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപിക്കുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് ഏറ്റുവാങ്ങിയിട്ട് നമുക്ക്
അറിയത്തില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ കൂടെ വാക്കുകളെങ്കിലും പറഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ പാടിയിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. രോഗശാന്തിയുണ്ട് യേശുവേ നിന്നിൽ, രോഗസൗഖ്യമേകി പൂർണ്ണമായി വിടുതൽ നൽകിടും അങ്ങൻ വൈദ്യനാം എൻ രോഗശയ്യയിൽ രോഗോപശാന്തിയേകും നീതിസൂര്യൻ നീയേ. മലാഖി പ്രവചനത്തില് 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പേരാണ്, തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഇരിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ചിറകിൻ കീഴിൽ, നമുക്കറിയാം യേശു പ്രാർത്ഥിക്കാൻ രക്തസ്രാവമുള്ളതായ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അത് ചിറക് എന്ന് പറഞ്ഞ തലീത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രേഷോളിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തലീത്താഖൂമി എന്ന് പറഞ്ഞാൽ യേശു അവൻ്റെ ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ആ തലീത്ത് തമ്മിൽ ബന്ധമുള്ളതായ വാക്കുകളാണ്. ആ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി നീതിസൂര്യൻ ഇരിക്കുമെന്ന് കർത്താവിൻ്റെ വരവിനെ കുറിച്ച്, കർത്താവിൻ്റെ ആദ്യത്തെ വരവിനെ കുറിച്ച് മലാഖി പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നതായ സംഗതിയാണ്. അത് നമ്മൾക്കും അത് ആപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കനുണ്ടാകുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, യേശു എല്ലാവരും സൗഖ്യമാക്കിയിട്ടില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, കർത്താവ് നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എന്നെ സൗഖ്യമാക്കിയാൽ മതിയെന്ന്. ഞാൻ പറയാറുണ്ട്, കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ മാത്രം കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥന എല്ലാവരും കല്യാണം ആലോചിച്ച് കഴിഞ്ഞ ശേഷം പറയാറുണ്ടോ? നിന്റെ ഹിതമാണെങ്കിൽ മാത്രം. ആദ്യം ദൈവത്തിന്റെ ഭാഗത്ത് ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകലദീനക്കാർക്കും സൗഖ്യം വരുത്തി. ഇവര് യേശുവിൻ്റെ അടുക്കൽ വന്ന സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. പലപ്പോഴും ആളുകൾ എൻ്റെ ചോദിക്കാറുണ്ട്, യേശു നിങ്ങൾ ഇത്രമാത്രം ഹീലിംഗ് ഉണ്ടെങ്കിൽ ചെന്ന് ഹോസ്പിറ്റലുള്ള സകല ആൾക്കാരെ സൗഖ്യമാകരുത്. ഞാൻ ചോദിച്ചു, യേശു അവിടെ അങ്ങ് കാലയളവിൽ അനേക ആളുകൾ ഉണ്ടായിരുന്ന രോഗികളായിട്ട് അവരെല്ലാം പോയി സൗഖ്യമാക്കിയില്ലല്ലോ. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളതായ ആളുകളെ, രോഗികളായിട്ടുള്ള ആളുകളെ, ഭൂതഗ്രസ്തരായുള്ള ആളുകളെ വിടുവിച്ചു. അവൻ്റെ അടുക്കൽ വന്നതായ വേളയിൽ സകല ദീനങ്ങൾക്കും പരിഹാരമുണ്ടായിരുന്നു. കർത്താവ് അവർക്ക് വിടുതൽ നൽകുന്നു. സുവിശേഷീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം പറയുക, രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമല്ല, രോഗികൾക്ക് വേണ്ടി അവർക്ക് സൗഖ്യം നൽകുവാൻ തക്കണം നമ്മളെ കർത്താവ് അയച്ചിട്ടുണ്ട്. കർത്താവ് 12 ശിഷ്യന്മാരെ അയച്ചപ്പോഴും 70 ശിഷ്യന്മാരെ അയച്ചപ്പോഴും അവർക്ക് രോഗസൗഖ്യം കൊടുക്കുവാൻ തക്കണം ഉള്ളതായ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കമ്മീഷനിങ് ഇപ്പോഴും ഇഫക്റ്റീവാണ്. നമ്മളിൽ ഓരോരുത്തരും അതങ്ങനെ എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾ ചെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തേച്ചാൽ മതി. ബാക്കിയുള്ളതായ കാര്യം കർത്താവ് ചെയ്തോളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ പേഴ്സണൽ ഫിലോസഫി ഇത് തന്നെയാണ്. ജോർജ് വർഗീസ് ആരെ സൗഖ്യമാക്കാനൊക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്നും ദൈവം എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന, അദ്ദേഹം മരിച്ചുപോയി, ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു കടയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്, ഒരു ഗ്രോസറി കടയിൽ. അയാൾക്ക് ഒരു ഗുണമുണ്ട്, ഏത് മനുഷ്യനെ കണ്ടാലും അയാളുടെ സുവിശേഷം പറയും. ഒരു ട്രാക്റ്റ് അല്ലെങ്കിൽ ഒന്നിൽ അയാൾ പറയും, ഞങ്ങളുടെ പാസ്റ്ററെ കൊണ്ടൊന്ന് വിളിച്ചു നിങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരട്ടെ എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ 4th സ്റ്റേജ് ക്യാൻസർ, ഏത് സമയം ആൾ മരിക്കും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നൊക്കെ പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഇന്നാളുടെ വീട്ടിൽ പോകാനൊക്കെ. ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമായിട്ട് ഒരുമിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത്, അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടതാണ്. വേറെ എല്ലപ്പോഴും ഇങ്ങനെ പെന്തക്കോസ്താലെ മീറ്റിങ്ങിനൊക്കെ പോകുന്ന ഒരു പാർട്ടിയാണ്. അവിടെ വീട്ടിൽ ചെന്നായ വേളയിൽ ഞാൻ അവരുടെ സുവിശേഷം പറഞ്ഞ് ഞാൻ അവർക്ക് പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്.
ദൈവം മഹാത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ദൈവമാണ്, എല്ലാവരും വിശ്വസിക്കുന്ന സത്യമാണ്. എന്നാൽ അയാൾക്ക് വിളിച്ചു ചോദിച്ചു, അത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മറുപടി പറയത്തില്ല. കാരണം അവൻ്റെ ശരീരത്തിന് കേവലം 30-35 കിലോ ഭാരമേ ഉള്ളൂ. ശരീരം ശോഷിച്ച് മരുന്നിൻ്റെ സീരിയസ്നെസ് കാരണത്താൽ ബാത്റൂമിൻ്റെ അടുത്ത് ഉള്ള ഒരു ഹാൾവേഡ് അവിടെയാണ് ഇരിക്കുന്നത്. കാരണം എപ്പോഴും ഇങ്ങനെ ഡയറിയായും ബാത്റൂമിൽ പോകേണ്ടതായ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മരണത്തിൻ്റെ മണം, വാട, ദുർഗന്ധം അവിടെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുർഗന്ധമുള്ളതായ ഒരു വീടാണ്. 2 ചെറുപ്പക്കാർ പിള്ളേർ, സഹോദരി അതുപോലെ തന്നെ വളരെ പ്രയാസമിരിക്കുകയാണ്. കാരണം ഇയാൾ ഏത് സമയത്തും മരിച്ചു പോകും. നേരത്തെ തന്നെ സർജറി ഒക്കെ ചെയ്ത് ഈ ഹിപ്പിന് സ്ക്രൂ ഇട്ടേക്കാണ്. MD ആൻഡേഴ്സൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ഒരു സെൻ്ററാണ്. അവിടെ ചെന്നപ്പം പറഞ്ഞു ഒടുവിലുള്ളതായ മരിച്ചു പോകുന്നുള്ളതായ ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഞാനും ഇദ്ദേഹത്തിൻ്റെ സുവിശേഷം പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഒരു 10-15 പേരായിട്ട് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു. അയാളുടെ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യമുണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മിണ്ടത്തില്ല. ഞാനങ്ങ് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, നീ വിശ്വസിച്ചില്ല, പിന്നെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാ ഗുണം. ഞാൻ എഴുന്നേറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ പ്രതിപ്പെടുത്താനാണോ അതോ നീ അത് വിശ്വസിക്കുന്നുണ്ടാണോ? ഇല്ല പാസ്റ്ററെ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ വീണ്ടും ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം സുവിശേഷം പറഞ്ഞതിന് ശേഷം അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രോഗത്തിൻ്റെ ക്യാൻസറിനെ ശാസിച്ചു. പരിപൂർണമായ ഹീലിംഗ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു, നിന്റെ ഡോക്ടറാണ് പറയേണ്ടത്, എനിക്ക് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് നിന്റെ രോഗം സൗഖ്യമായി എന്ന് പറയാനായിട്ട് ഒക്കത്തില്ല. നീ മെഡിക്കലിലായിട്ട് നിന്റെ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് നീ സൗഖ്യമായെന്ന് പറയണം. നീ ആ ക്യാൻസർ ശുശ്രൂഷിക്കുന്ന ഇവിടുന്ന് ഒരു 5 മണിക്കൂർ നേരം ഡ്രൈവ് ചെയ്ത് വേണം അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ. അവിടെ ചെന്നിട്ട് ആ ഡോക്ടർ സർട്ടിഫൈ ചെയ്യട്ടെ. അവന് 1 മാസം കഴിഞ്ഞ ശേഷം അവിടെ ഞാൻ പറഞ്ഞു, നീ മെഡിക്കേഷൻ നിർത്തരുത്, ഡോക്ടർ പറയട്ടെ മെഡിക്കേഷൻ എടുത്ത് മാറണമെന്ന്. അവൻ അവിടെ പോയി ചെന്ന് നോക്കിയതായ വേളയിൽ പറഞ്ഞു 50% ഓളം കംപ്ലീറ്റ് ഹീലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 50% ഹീലാകുമെന്നല്ല പറഞ്ഞത്, നിന്നെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവർത്തനം നടന്നു കഴിഞ്ഞു, നിനക്ക് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഞാൻ സന്ദർഭത്തിൽ മിക്കവാറും ദിവസവും എന്നെ വിളിക്കും. അവിടെ 2 മക്കളെ രക്ഷയിലേക്ക് നയിച്ചു. അവർ പിന്നെ ഞങ്ങളുടെ ചർച്ചയിൽ വന്ന്, അഗാപ്പെ ചർച്ചയിൽ വന്ന് സ്നാനപ്പെട്ടു. പിന്നീട് ചെന്നായ വേളയിൽ ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു, നിന്റെ ദേഹത്ത് ക്യാൻസറിൻ്റെ യാതൊരു ട്രേസും ഇല്ല എന്ന് പറഞ്ഞു. ഇവന് വലിയ ആത്മീയമായിട്ടുള്ള വലിയ താല്പര്യമില്ലാത്ത വ്യക്തി. ഞാൻ പറഞ്ഞത്, നമ്മൾ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ രക്ഷയെക്കുറിച്ച് പറയുക മാത്രമല്ല, രോഗികൾക്ക് സൗഖ്യം വരുന്നൊരു കർത്താവുണ്ടെന്നും ആ സൗഖ്യത്തിൻ്റെതായുള്ള ദൗത്യം നമ്മളിൽ കൂടെ, എന്നിൽ കൂടെ, നിങ്ങളിൽ ഓരോരുത്തരിൽ കൂടെ അത് കർത്താവ് നൽകി തരും. അത് കർത്താവ് ആ പറയാനുള്ളതായ ധൈര്യത്തോടു കൂടി ചെല്ലണം. കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ധൈര്യത്തോടുകൂടി നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ സുവിശേഷീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആളുകളുടെ, അതാണ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ. രോഗികൾക്ക് ഗുഡ് ന്യൂസ് പറയുന്നു കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും രോഗത്തിൽ ഇരിക്കാമെന്നുള്ളതല്ല, രോഗത്തിൽ നിന്ന് വിടുതലുണ്ടാകുമെന്നുള്ള പറയുന്നതാണ്. ഓക്കെ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതായ വേളയിൽ പൂർണ്ണമായുള്ള രക്ഷയുണ്ട്, പൂർണ്ണമായുള്ള പാപക്ഷമയുണ്ട്, പൂർണ്ണമായുള്ള രോഗസൗഖ്യമുണ്ട്, പൂർണ്ണമായുള്ള വിടുതലുണ്ട്. തന്നാൽ സോൾവ് ചെയ്യാനൊക്കാത്ത യാതൊരു പ്രശ്നമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. നമ്മുടെ സമയം അടുത്ത സ്ലൈഡിലേക്ക് പോകാനുള്ളതായ സമയമില്ല. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങൾ വിശ്വാസത്താൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായ കാര്യം, രോഗസൗഖ്യമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് കണ്ടക്ട് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വളരെ ശക്തമായി ഇന്ന് രാത്രിയിലും പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ എല്ലാവരും
ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകരായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ക്ലാസ് കഴിയുമ്പോൾ കഴിഞ്ഞതിനേക്കാളും അധികമായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകരായി ആരോടും സുവിശേഷം പറയുവാൻ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നേടുവാൻ നിങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ജോയിൻ ചെയ്യിച്ചവരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യണം. കാരണം പലരും ഇപ്പം ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെ ഒക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. സ്തോത്രം. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല ക്ലാസ്സിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊല്ലത്ത് നിന്നുള്ള ബ്രദർ കുമാർ പ്രാർത്ഥിച്ചാട്ട്, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. മിസ്റ്റർ കുമാർ, ബ്രദർ കുമാർ, പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യാറില്ല. പാസ്റ്റർ ജോയ്ക്കുട്ടി പ്രാർത്ഥിച്ചാട്ട്. അവസാനമായി പാസ്റ്റർ ജോയ്ക്കുട്ടി പ്രാർത്ഥിച്ചാട്ട്. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. വിശ്വസനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗപിതാവേ, ഈ പുതിയ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ നാമത്തെക്കുറിച്ച്, കർത്താവെ സുവിശേഷണത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ആഴമായി ഗ്രഹിപ്പാൻ തക്കവണ്ണം ദാസനെ ഈ രാത്രി ബലപ്പെടുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ജ്ഞാനങ്ങളെ ഗ്രഹിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായും പാപക്ഷമയായും ആശ്വാസമായും ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിക്കാവശ്യമായ ഉത്തേജനമായി തീരുവാൻ ഞങ്ങളെ ഒരുമിച്ച് രാത്രികാലം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേട്ട വചനപ്രകാരം ഞങ്ങളെ ഒന്നുകൂടെ താഴ്ത്തുന്നു. ദൈവം ഞങ്ങളെ ശുദ്ധീകരിക്കണം, ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം, ദൈവം ഞങ്ങളെ സൗഖ്യമാക്കണം, ദൈവം ഞങ്ങളെ ഉപയോഗിക്കണം. കർത്താവെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ ഒന്നുകൂടെ താഴ്ത്തുന്നു. ദാസനെ ശക്തിയോടെ ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ബലത്തോടെ ആയുസ്സോടെ പിന്നെയും ശേഷിപ്പിക്കണമേ. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പെരുവരായി കർത്താവ് സഹായിക്കണം. കർത്താവെ പലരും രോഗികളായി ഒക്കെ ഭാരപ്പെടുന്നുവെന്ന് കേൾപ്പാനിടയായി. കർത്താവിന്റെ സൗഖ്യം ഈ രാത്രി വ്യാപരിപ്പിക്കണമേ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും പലരും പരിപൂർണമായി സൗഖ്യം പ്രാപിപ്പാൻ കാരണമാകുമാറ് ദൈവശക്തി വ്യാപരിക്കണമേ. വചനത്താലുള്ള ശുദ്ധീകരണവും ശക്തിയും സൗഖ്യവും വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കോളേജുകളെ കർത്താവ് അനുഗ്രഹിക്കണം. ചുമതലയെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ കർത്താവ് പിന്നെയും ബലപ്പെടുത്തണം. ഈ ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണം, വലിയ ക്ലാസ്സാക്കി തീർക്കണം. കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മണിക്കൂറുകളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാടിയാനെ യഹോവായേ, മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മളോടും ഇന്ന് രാത്രിയിൽ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകാലം ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും, ഈ ഓൺലൈൻ ബൈബിൾ കോളേജിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇതിൽ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരേണം. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. പ്രത്യേക ക്ലാസ് കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസന് വളരെ പ്രിപ്പയർ ചെയ്ത് ഇതിനു വേണ്ടി വളരെ അധ്വാനിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? സാർ ചോദിച്ചില്ലായിരുന്നു. എന്തെങ്കിലും സംശയം? അല്ലല്ലോ. സാർ പറഞ്ഞാട്ടോ.
യേശു പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ഒരു റെഫറൻസ് പറഞ്ഞായിരുന്നു. 1 പീറ്റർ 1 പത്രോസിന്റെ, അതൊന്ന് ഒന്നുകൂടെ പറയാമോ? മ്യൂട്ട് ചെയ്തേക്കണേ, അൺമ്യൂട്ട് ചെയ്തേക്കണം. 2:24. അറിയാവുന്നവരങ്ങ് പറഞ്ഞേരെ. 2:24. താങ്ക് യു. 2 പത്രോസ് 2:22. അതല്ല, യേശു പാപം ചെയ്തിട്ടില്ല എന്നുള്ള ഭാഗത്ത്, യേശു പാപം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഭാഗത്തിന്റെ 2:22 ആണേ. 2 കൊരിന്ത്യർ 5:21 പറയുന്നുണ്ട് പാപം അറിയാത്തവൻ. അതിന് മുമ്പ് ഒരെണ്ണം പറഞ്ഞല്ലോ, 1 പീറ്റർ 1 പത്രോസിന്റെ. 1 പത്രോസ് 2 അല്ലേ? 2:22. 1 പത്രോസ് 2:22 കേട്ടോ. ശരി. അവൻ Okay. പാപം ചെയ്തിട്ടില്ല. 22. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.